അപ്പോൾ അതും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഥ സിനിമയാക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് ഒരു നടൻ്റെ വിജയം. എനിക്ക് അത്രയും ബാക്കിങ് കിട്ടിയത് എൻ്റെ ഭാര്യയിൽ നിന്നാണ്. ഇപ്പം നിങ്ങൾ ഈ സിനിമാ കഥ, എൻ്റെ കഥ ചലച്ചിത്രമാക്കുമ്പോൾ ചില ഏരിയയിൽ ഹ്യൂമർ കുറഞ്ഞെന്നിരിക്കാം. പ്രേക്ഷകർ നിരാശപ്പെടാൻ പാടില്ല. പ്രേക്ഷകർക്ക് അതൊരു പ്രചോദനമായിരിക്കണം. നാളത്തെ ഒരു തലമുറ വാർത്തെടുക്കാനുള്ള കുടുംബങ്ങളുടെ ഒരു ശ്രമം, അതിന് ഒരു നല്ല എക്സാമ്പിളാണ് എൻ്റെ ഭാര്യ ഡോക്ടർ രമ എന്ന് നിങ്ങൾ കൊണ്ടുവരണം. അത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാരണം വെച്ചാൽ എനിക്ക് എല്ലാ വേദികളിലും ചെന്ന് എൻ്റെ ഭാര്യ ഗ്രേറ്റ് ആണ് എന്ന് പറയുന്നത് അതിനകത്തൊരു ചെറിയ ചീപ്നെസ് ഉണ്ട്. പക്ഷേ ഒരു കഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ജനങ്ങൾ കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് നേരിട്ട് നിന്ന് എൻ്റെ ഭാര്യയോട് എന്നും യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് രമ എന്ന് പറഞ്ഞ് എനിക്ക് എന്നും ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല. അത് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ അതൊക്കെ മാത്രമല്ല, ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് രമ. മാത്രമല്ല സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം തന്നെ കൂടുതലാണെന്ന് കരുതുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഭാര്യ. സാർ ഇതുവരെ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. അതും ബ്ലോയിങ് ഓൺ ട്രംപറ്റ് എന്ന് പറയുന്ന പോലെ വീണ്ടും അതും പെരുമ്പറ കൊട്ടി മുടക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും അതിലൂടെ യുവാക്കൾക്കൊരു പ്രചോദനം ലഭിക്കുന്നെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഞാൻ മദ്യപിച്ചിട്ടില്ല, ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. മദ്യം കഴിക്കാത്തതിൻ്റെ ഗുണങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. മദ്യം കഴിക്കാത്തതിൻ്റെ പേരിൽ ഒരു അവസരം പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ സംവിധായകൻ പ്രിയദർശൻ പറയുന്നു, നീ കുടിക്കാത്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കുരങ്ങൻ കള്ളും കൂടെ കുടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും പറയുന്ന മണിയമ്പിള്ള രാജു ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ജഗദീഷ് ചേട്ടൻ ആയിക്കോട്ടെ, ജഗദീഷ് ചേട്ടൻ പറയാറുണ്ട്, ജഗദീഷ് മദ്യം കഴിക്കേണ്ട കാര്യമില്ല, എപ്പോഴും ഫിറ്റല്ലേ. അതായത് ഞാനൊരു ഇൻടോക്സിക്കേഷൻ, ഒരു ലഹരിയിലാണ് എപ്പോഴും. ഞാൻ ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ലഹരിയിലാണ്. ഒരു ലഹരി എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ആ ലഹരി എന്ന് പറയുന്നത് സജീവമായിട്ട് നിൽക്കുക, സജീവമായിട്ട് സംസാരിക്കുക, സജീവമായിട്ട് ആശയങ്ങൾ പങ്കിടുക, സജീവമായിട്ട് ഇടപെടുക. അതൊക്കെ എനിക്ക് ഹരമാണ്, രസമാണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ ഒരു മനുഷ്യനെ പോലും കയർത്ത് സംസാരിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്, ഫീൽഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ചീത്ത വാക്കുകളും ഞാൻ പറയാറില്ല. കാരണം വെച്ചാൽ അതിനൊക്കെ ക്രെഡിറ്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി ഒരു അധ്യാപകൻ്റെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു മോശമായിട്ടുള്ള ഒരു വർത്തമാനം അച്ഛൻ്റെ നാവിൽ അമ്മയുടെ നാവിൽ എൻ്റെ സഹോദരങ്ങളുടെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവരെ എങ്ങനെ വിളിക്കും? പിന്നെ എൻ്റെ കൂട്ടുകാരും, എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ്, എൻ്റെ കൂട്ടുകാരും അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാണ്. പിന്നെ ഞാൻ എൻ്റെ ഗുരു വയലാ വാസുദേവപിള്ള സാറ്, അദ്ദേഹവും എല്ലാം നന്മയിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം നല്ലൊരു ഗാന്ധിയനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചുറ്റുപാടിൽ വളർന്നത് കൊണ്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഞാൻ സ്വപ്നം കാണും. ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നവരെ സ്വപ്നം കാണും. ആവില്ലാവൂ അതല്ല അതിൻ്റെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ എല്ലാവരും സ്വപ്നം കാണണമെന്നല്ല. എനിക്കൊന്നും ആയില്ലെങ്കിലും എനിക്ക് നിരാശയില്ല. അതാണ് എൻ്റെ മനസ്സ് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പലതും സ്വപ്നം കാണാം, സ്വപ്നം കാണുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. പക്ഷേ അത് ആയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത്. അതാണ് എനിക്ക് യുവതലമുറയോട് പറയാനുള്ളത്. നമ്മൾ ഡ്രീം ഓർ എയിം ഹൈ, വലിയ പൊസിഷനിലേക്ക് എത്തുമെന്ന് വിചാരിക്കുക. പക്ഷേ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന തൊട്ട് താഴെ എത്തിയിരുന്നാൽ നിരാശപ്പെട്ട് ജീവിതം പോയി എന്ന് വിചാരിക്കാതിരിക്കുക. അത് സാറേ, നിങ്ങളത് ഓനോട് പറഞ്ഞു കൊടുക്കി. ഓന് ഭയങ്കര നിരാശയാണ്. ഓൻ്റെ പടം ഇങ്ങനെ പടപടാന്ന് പറഞ്ഞ് കൂട്ടുന്നതന്നെ. 9 പടം ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ കാരണം ഇങ്ങനെ പടത്തി. മൊയ്തീൻ പറഞ്ഞ കറക്റ്റാണ്. ഡിക്രൂസ് ഒരു ഡിപ്രഷൻ ഒരിക്കലും വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഡിക്രൂസിനെ തേടി എത്തും. എന്നൊരു മാനം എന്നുള്ള സിനിമയിലാണ് ഇപ്പോൾ സാറ് സജീവമായിട്ട് എഴുത്തുകാരനത് പൂർണ്ണമായിട്ട് അറിയാൻ തുടങ്ങിയതല്ലേ? അതെ, രണ്ടാമത്തെ കഥ ആവുന്നത്, രണ്ടാമത്തെ ഹിറ്റ് സാറിൻ്റെ. അപ്പോൾ ഇടയ്ക്ക് ഹ്യൂമറും കൂടെ വേണമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ വൈഫിൻ്റെ പ്രൊഫഷനെ കളിയാക്കിയ മണിയമ്പിള്ള രാജു ഒരു തമാശ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, പോസ്റ്റ്മോർട്ടത്തിൻ്റെയൊക്കെ. അല്ല ഞാൻ സാറേ, അങ്ങനെ എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തമാശ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്തെങ്കിലും സാറിന് ദേഷ്യമോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഹ്യൂമർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ മനസ്സ് വളരുകയാണ് ചെയ്യുന്നത്. ഒരാളെ കളിയാക്കുമ്പോൾ അയാളെ വേദനിപ്പിക്കാതെ കളിയാക്കണം. ഈ ഹ്യൂമർ മണിയമ്പിള്ള രാജു പറഞ്ഞത് എന്നെ വേദനിപ്പിക്കുന്ന തമാശയൊന്നുമല്ല. അതിലകത്തൊരു ഇൻ്റലിജൻസിൻ്റെ എലിമെൻറ്റ് കിടപ്പുണ്ട്. അതെ, നല്ലൊരു ഇൻ്റലിജൻസിൻ്റെ എലിമെൻറ്റ് കിടപ്പുണ്ട്. ആ ഭാവന നമ്മൾ രാജുവിൻ്റെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് രാജു പറയുന്നത് കൈരളി വിലാസം ലോഡ്ജ് എന്ന സീരിയലിൻ്റെ സെറ്റിലാണ്. അന്ന് എല്ലാവരും പൊട്ടിച്ചിരിച്ചു, കൈയടിച്ചു. രാജു കലക്കി എന്ന് പറഞ്ഞ് രാജുവിൻ്റെ ആ ഹ്യൂമറിന് വലിയ ക്രെഡിറ്റ് കിട്ടി. അപ്പോൾ ഞാൻ കാത്തിരുന്നു, ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ തിരിച്ചൊരെണ്ണം പറയണം. അതിനുള്ള ഒരു അവസരം ഞാൻ ഇങ്ങനെ കാത്തിരുന്നു. അപ്പോൾ അവസരം അതിന് വേണ്ടി എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, നാച്ചുറലായിട്ട് വരണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ സെറ്റിൽ വെച്ച് തന്നെ നെടുമുടി വേണു നാഗവള്ളി, ഞാൻ MS തൃപ്പൂണിത്തുറ, പിന്നെ കരമനച്ചേട്ടൻ, ഇവരെല്ലാവരും, സിത്താര, ഇവരെല്ലാവരും ഇരിക്കുന്ന സെറ്റിൽ. അതിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഇന്നസെൻ്റ് ഏട്ടനും ശ്രീനിവാസനും
ഈ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ തലേ ദിവസം സിനിമയ്ക്ക് പോയതിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കഴിയുന്നത് എങ്ങനെയെങ്കിലും കാണും. അത് സെക്കൻഡ് ഷോ കാണില്ല, ഫസ്റ്റ് ഷോ. ഒന്നുകിൽ നൂൺ ഷോ, മാറ്റിനി, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ. സെക്കൻഡ് ഷോ ഞാൻ ജീവിതത്തിൽ 1 or 2 ഷോ കണ്ടിരിക്കും. അപ്പോൾ ഞാൻ തലേ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോ കാണാൻ പോയി. വീട്ടിൽ പോലും പോവാതെ ലൊക്കേഷനിൽ നിന്ന് നേരെ ഫസ്റ്റ് ഷോ കണ്ടതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം മണിയമ്പിള്ള രാജു കാഷ്വലായിട്ട് പറഞ്ഞു, അളിയ ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ തിയേറ്ററിൽ ഒരിക്കലും കാണാൻ പോവില്ല. ഞാൻ പറഞ്ഞു, അതെന്താ രാജു പോകത്ത്? അല്ല അളിയ, ഇവിടുത്തെ ഓഡിയൻസ് ഒരു പ്രശ്നമാണ്. ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിയേറ്ററിലുണ്ടെന്ന് അറിഞ്ഞാൽ ഇവന്മാർ പിന്നെ ഞാൻ വരുമ്പോൾ ഒക്കെ ഭയങ്കര കൂവലാണ്, നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി ഭയങ്കര കൂവലാണ്. അപ്പം ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു അത് രാജുവിൻ്റെ തെറ്റിദ്ധാരണയാണ്. രാജു തിയേറ്ററിൽ പടം കാണാൻ പോകാത്തപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, നല്ല കൂവലാണ്. പ്രതികാരം ചെയ്ത മധുരമായിട്ടല്ലേ? അതെ, പ്രതികാരം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൗണ്ടർ കൊടുത്തു എന്ന് പറയാം. പ്രതികാരം എന്നുള്ള റിവഞ്ച് എന്നുള്ള വാക്കല്ല. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഈ അക്കരന്നൊരു മാരൻ്റെ ആ പരാമർശം അത് പൂർത്തിയാകണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയണം. ആ സമയത്ത് ഷൂട്ടിംഗ് സമയത്ത് മേനകയും നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിൽ ഗാഠമായ പ്രണയത്തിലാണ്. ഇന്നാണെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് പലർക്കും ഇപ്പോൾ ഒരു കാറിൽ ഒരു ആർട്ടിസ്റ്റൊക്കെയാണ് പോകുന്നത്. അന്ന് ഞങ്ങൾ ലൊക്കേഷനിൽ പൊയ്ക്കൊണ്ടിരുന്നത്, അതായത് ഷൊർണൂർ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ നിന്നും ഒറ്റപ്പാലം പത്തിരിപ്പാല വരെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന ടെമ്പോ ട്രാക്ക് എന്ന് പറഞ്ഞൊരു വണ്ടിയില്ലേ, അതിനകത്ത് സുരേഷ് ഡ്രൈവ് ചെയ്യും, തൊട്ടിപ്പുറത്ത് മേനക, ബാക്കിൽ മണിയമ്പിള്ള രാജ്, ഞാൻ, പൂജപ്പേര് രവിച്ചേട്ടൻ, ഇത്രയും പേര്, ഇന്നസെൻ്റ് ഏട്ടൻ, ഇത്രയും പേര് കയറി ഈ ടെമ്പോ ട്രാക്കിൽ ഇങ്ങനെ പോകുന്ന അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റില്ല, കാലം മാറിപ്പോയി, സൗകര്യങ്ങൾ കൂടി. അന്ന് ഇതൊക്കെ നമ്മൾ പത്തിരിപ്പാലയിൽ നമ്മൾ അവിടെ പുഴയിൽ ഭാരതപ്പുഴയിൽ കുളിച്ചത്, പിന്നെ അന്നത്തെ ഈ ബഡ്ജറ്റ് ചുരുങ്ങിയതാണ്ട് അന്ന് ചക്കയുടെ സീസണാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചക്കയവിയൽ, ചക്കത്തോരൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലാണ്. ചക്കക്കുരു മെഴുക്കുവരട്ടി എല്ലാം. അപ്പോൾ ആൾക്കാർ കളിയാക്കി പറയാറുണ്ട്, ചക്കയൂണ് വന്നോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ ഞാൻ ഓർത്തു പോവാണ്. ദീപാവലി ആയിരിക്കും. അതെ 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 അതെ. അപ്പോൾ അക്കരന്നൊരു മാരൻ, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന നല്ല ഓർമ്മകൾ. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിൻ്റെ പിന്നെ അദ്ദേഹത്തോടുള്ള ഒരു നന്ദിയും കൂടെ ഈ അവസരത്തിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ വരുത്തണം. കാരണം വെച്ചാൽ എന്നെ ഒരു റൈറ്റർ ആക്കി ഒരു കോൺഫിഡൻസ് തന്ന് ഉയർത്തിക്കൊണ്ടുവന്നത് തിരക്കഥാകൃത്തല്ല, തിരക്കഥാകൃത്ത് അപ്പോഴും ആയിട്ടില്ല, കഥാകൃത്ത് എന്ന നിലയിൽ തന്നെ എനിക്ക് കോൺഫിഡൻസ് തന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്, എന്നെ കൈപിടിച്ചുയർത്തിയത് ശ്രീനിവാസനാണെന്ന് ആ സ്ക്രിപ്റ്റിലൊന്ന് വരുത്തണം. അതിനകത്ത് നോട്ട് ചെയ്തോണേ. അപ്പോൾ ഇനി അക്കരെ നിന്നൊരു മാനിൽ നിന്നും എങ്ങോട്ട് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് അതിൻ്റെ ഒരു കാര്യം, എൻ്റെ ഹിസ്റ്ററി നിങ്ങളും കൂടെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇനി എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ പറയുക. അവിടെ റെഡിയായെന്ന് തോന്നുന്നു. ഓക്കെ, ബ്രീഫ് ഒന്ന് പോയിന്റ് ഒന്ന്, നിങ്ങൾ എന്തൊക്കെയാണ് ഇനി നിങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് ഒന്ന് റെഡിയാക്കി വെച്ചാൽ അതിന് മറുപടി ഞാൻ തരാം. ഓക്കെ, റൈറ്റ്.